ഇതെല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി അതിശക്തമായി കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടരിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നും, ലോകത്തിന്റെ അരൂപിയിൽ നിന്നും, ജഡത്തിന്റെ വ്യാമോഹങ്ങളിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. അപ്പൊ നമ്മെ പ്രാർത്ഥിക്കണം. മോശ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി, മലമുകളിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് വചനം പറയാണ്, താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ദൈവജനം ജയിച്ചു. ശത്രുവിന്റെ ആക്രമണത്തില് ഈ ജനം എന്നിട്ട് മോശയുടെ കൈ താഴാൻ തുടങ്ങിയപ്പോ ജനം പരാജയപ്പെടാൻ തുടങ്ങി. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ പരാജയപ്പെടാതിരിക്കാൻ വചനം പറയുന്ന കാര്യമാണ്, കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം. മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താത്ത മാതാപിതാക്കൾക്ക് മക്കളെ തിരുത്താനുള്ള അവകാശമില്ല. മക്കള് ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ, മക്കൾ ഏതെങ്കിലുമൊക്കെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുമ്പോൾ, മക്കള് ദൈവഹിതമല്ലാത്ത ജീവിതാനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താത്ത മാതാപിതാക്കൾക്ക് മക്കളെ ആ അനുഭവത്തിൽ തിരുത്താനുള്ള അവകാശമോ ആത്മീയ അധികാരമോ ഇല്ല. നമ്മൾ എപ്പോഴും അറിഞ്ഞു, കരുതാത്ത പ്രാർത്ഥിക്കാത്ത അപ്പനും അമ്മയ്ക്കും മക്കളെ തിരുത്താനുള്ള അവകാശമില്ലാതാവും.